അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും പലരും പരാതി പറയാറുണ്ട്. മോഡി സർക്കാർ ബീഹാറിന് വാരിക്കോരി കൊടുത്തു, ആന്ധ്രക്ക് കൊടുത്തു, ഇങ്ങനെയൊക്കെ പരാതിപ്പെടുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അതേപോലെ പലപ്പോഴും പലർക്കും തോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല MA യൂസുഫ് അലിക്ക് കൂടുതൽ സമ്പത്ത് കൊടുത്തു, അതിലെങ്ങനെ ഇന്നാക്ക് കൊടുത്തു ഇങ്ങനെയൊക്കെ പലപ്പോഴും തോന്നാറുണ്ട്. എന്നാൽ മോഡി സർക്കാർ കൊടുത്താലും മറ്റാര് കൊടുത്താലും യഥാർത്ഥത്തിൽ കൊടുക്കുന്നത് അള്ളാഹു ആണ് എന്നുള്ള വസ്തു നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുമല മാനിയലിമാ എഴുത്തെഴുത്ത വല മൂത്തിയലിമാ മനവെത്ത 5 വക്ത് നിസ്കാരത്തിന് ശേഷമൊക്കെ നമ്മൾ പറയാറുണ്ട്. അള്ളാഹു കൊടുക്കുന്നത് തടയാനും ഒരാൾക്ക് സാധ്യമല്ല, അള്ളാഹു തടഞ്ഞത് കൊടുക്കാനും ഒരാൾക്കും സാധ്യമല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ കൊടുക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് നമ്മൾ ചോദിച്ചു വാങ്ങുക. ശഅബാൻ മാസമാണല്ലോ. ശഅബാൻ 1 മുതൽ 15 വരെ ദുഹാൻ സൂറത്തിൻ്റെ ഫസ്റ്റ് 8 ആയത്ത് പാരായണം ചെയ്യുക. ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ട് ഇശാന് ശേഷം ഓതാൻ ശ്രമിക്കുക. 15ൻ്റെ അന്ന് 30 തവണ പാരായണം ചെയ്യുക. അങ്ങനെ പാരായണം ചെയ്താൽ ഫതറൽ അജായിബ, നിന്റെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കും, നിന്റെ ഉദ്ദേശം പൂർത്തിയാവും. ഫോർ എക്സാമ്പിൾ, കുട്ടികളില്ലാത്തവനാണെങ്കിൽ എനിക്ക് കുട്ടി വേണമെന്ന ലക്ഷ്യത്തോടു കൂടെ ഓതുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അത് സംഭവിച്ചിരിക്കും. അടുത്ത വർഷം ഹജ്ജിന് പോകണം, ആ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ്, നറുക്കെടുപ്പിൽ നീ പാസ്സാവും. അത്ഭുതമായിരിക്കും. നീ തന്നെ പറയൂ, ഇതെങ്ങനെ സംഭവിച്ചു, ഞാൻ ഒരിക്കലും ഇങ്ങനെ ആവുമെന്ന് കരുതിയിരുന്നില്ല. നീ തന്നെ അത്ഭുതപ്പെടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടിയില്ല, അവർക്ക് കിട്ടി എന്ന് പരാതിപ്പെടുന്നതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു വർഷത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും എത്രത്തോളം നമ്മുടെ ശ്വാസോച്ഛ്വാസം വരെ കണക്കാക്കുന്ന ദിവസമാണ്. ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹക്കീം. എല്ലാ കാര്യങ്ങളും ഒന്നാണ് തീരുമാനത്തിലാവുക, അന്ന് തീരുമാനമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ട മാസമാണ് ശഅബാൻ മാസം. ശഅബാൻ മാസത്തിൽ ആദ്യം മുതൽ 15 വരെ 8 ആയത്ത് ദുഹാൻ സൂറത്തിൻ്റെ നമ്മൾ പാരായണം ചെയ്യുക. 15ൻ്റെ അന്ന് 30 തവണയും പാരായണം ചെയ്യുക. അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കുന്നത്, അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയും. പലപ്പോഴും നമുക്ക് കിട്ടിയില്ല എന്ന് സങ്കടപ്പെടുന്ന ആള് കിട്ടാൻ വേണ്ടി ആവശ്യപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തെരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.